സ്നേഹപുറം ക്ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാധികയാണെങ്കിൽ റൂമിലാകെ അസ്വസ്ഥയായിട്ടിരിക്കുമായിരിക്കും കേട്ടോ. പെട്ടെന്നായിരിക്കും കൃഷ്ണൻ്റെ ചെറിയൊരു രൂപം താഴത്തേക്ക് വീണു പോകുന്നത് രാധിക ശ്രദ്ധിക്കുന്നത്. രാധിക അങ്ങനെ അങ്ങോട്ടൊക്കെ ഓടിച്ചെന്ന് ആ കൃഷ്ണ വിഗ്രഹം കയ്യിലെടുക്കുവാണ് കേട്ടോ. ഭഗവാനെ, എന്താ പറ്റിയത്? എന്തോ ഒരു ആപത്ത് വരാൻ പോകുന്നതിൻ്റെ സൂചനയാണോ ഇത്? ഈ സമയത്തേക്ക് രാധികയുടെ മനസ്സിലേക്ക് ദേവനെക്കുറിച്ചുള്ള ചിന്തകൾ വരുവാണ്. ദേവൻ ഓരോ തവണ തന്നെ സ്വന്തം മോളാണെന്ന് പറഞ്ഞ് ചേർത്ത് നിർത്തിയ ഓരോ സംഭവങ്ങൾ രാധികയുടെ മനസ്സിലേക്ക് വരുവാണ് കേട്ടോ. പിന്നീട് അവസാനം സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞ് ദേവൻ രാധികയോട് പൊട്ടിത്തെറിച്ചതും ഇനി എൻ്റെ കൺമുമ്പിൽ പോലും കാണരുതെന്ന് രാധികയോട് പറഞ്ഞ ആ കാര്യങ്ങൾ അതെല്ലാം രാധിക ഇങ്ങനെ ഓർക്കുവാണ്. എന്നിട്ട് രാധിക ചിന്തിക്കുക, ഭഗവാനെ, എന്താ ഇത്? എന്താ അച്ഛനെക്കുറിച്ചുള്ള ചിന്തകൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത്? അച്ഛനിനി എന്തെങ്കിലും കുഴപ്പമുണ്ടോ? മനസ്സിനൊരു സമാധാനം കിട്ടുന്നില്ലല്ലോ. ഒന്ന് അച്ഛനെ വിളിച്ചു നോക്കിയാലോ? അല്ലെങ്കിൽ വേണ്ട, അച്ഛനിപ്പോഴും എന്നോട് ദേഷ്യത്തിലായിരിക്കും. എൻ്റെ ശബ്ദം കേൾക്കുന്നത് പോലും അച്ഛന് ചിലപ്പോൾ ഇഷ്ടാവില്ല. വെറുതെ അച്ഛന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ചെയ്യരുത്. അങ്ങനെ പറഞ്ഞ് ആ ഭഗവാനെ നെഞ്ചോട് ചേർത്ത് രാധിക സങ്കടത്തോടെ നിൽക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് മ്യൂസിക് സ്കൂളിലെത്തുന്ന വരുണിനെയാണ് കേട്ടോ. അങ്ങനെ വരുൺ നേരെ അമൃതയുടെ അടുക്കിലേക്ക് ചെല്ലുവാണ്. അന്നേരം അമൃതയെ കാണുന്നതും വരുൺ ചോദിക്കണേ, മാഡം, ഫിദമ്മയുടെ എവിടെയുള്ളത്? എനിക്കത് അറിഞ്ഞേ പറ്റൂ. വരുൺ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറയാനുള്ളതെല്ലാം പറഞ്ഞതല്ലേ? വീണ്ടും ഇതിന് അതേ കാര്യം ചോദിച്ച് എന്നെ ഇങ്ങനെ ശല്യപ്പെടുത്തുന്നത്? മാഡം, നിങ്ങൾക്കറിയാം ഫിദ മാഡം രാധികയും കൊണ്ട് എങ്ങോട്ടാണ് പോയതെന്ന്. ഞാൻ പലതവണ ഫിദ മാഡത്തിൻ്റെ നമ്പറിലേക്ക് വിളിച്ചു, പക്ഷെ അവർ ഫോൺ എടുക്കുന്നില്ല. എനിക്ക് സംസാരിച്ചേ പറ്റൂ, രാധികയെ കണ്ടേ പറ്റൂ. എവിടെയാണ് ഉള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ പറയാം, ഞാൻ അങ്ങോട്ട് പൊക്കോളാം. അന്നേരം അമൃത ചോദിക്കുന്നുണ്ട്, അല്ല, ഇത്രയ്ക്ക് അങ്ങോട്ട് അന്വേഷിക്കാൻ രാധിക വരുണിൻ്റെ ആരാണ്? വരുണിൻ രാധികയുമായിട്ട് എന്ത് ബന്ധമാണുള്ളത്? അതൊന്നും നിങ്ങളോട് പറയേണ്ട ആവശ്യം എനിക്കില്ല. അന്നേരം അമൃത പറയണേ, അത് ശരി, അപ്പോൾ വരുണിൻ്റെ രഹസ്യങ്ങളൊക്കെ ആകാം. അപ്പം ബാക്കിയുള്ളവർക്ക് പാടില്ല എന്ന് എന്താ ഇത്രക്ക് വാശി? അന്നേരം വരുൺ പറയണേ, അപ്പോൾ നിങ്ങൾ സമ്മതിച്ചു നിങ്ങൾക്ക് രഹസ്യമുണ്ടെന്ന്. ഫിദ മാഡം നിങ്ങളും ചേർന്ന് രാധികയെ സമ്മതിക്കുന്ന എന്തൊക്കെ ചില കാര്യങ്ങൾ മറച്ചു വെക്കുന്നുണ്ടെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. നിങ്ങളെവിടെയാണെന്ന് പറഞ്ഞു തന്നില്ലെങ്കിലും അവരെവിടെയുള്ളതെന്ന് കണ്ടെത്താനായിട്ട് എന്നെ കൊണ്ട് പറ്റും. അന്നേരം അമൃത പറയണേ, അങ്ങനെ വരുണിനെ കണ്ടെത്താൻ പറ്റുമെങ്കിൽ പിന്നെ അങ്ങനെ കണ്ടെത്തിയ പോരെ, വെറുതെ എന്തിനാ എന്നോടൊന്ന് ചോദിക്കുന്നത്? അന്നേരം വരുൺ പറയുന്നുണ്ട്, ശരി, എന്നാൽ നോക്കിക്കോ, 24 മണിക്കൂറിനകം രാധികയും ഫിദ മാഡം എവിടെയുള്ളതെന്ന് ഞാൻ കണ്ടെത്തും. അവിടെ പോയി രാധികയെ കാണുകയും ചെയ്യും. ഇതേ ഞാൻ എൻ്റെ ഒരു വെല്ലുവിളിയായിട്ട് തന്നെ കൂട്ടിക്കോ. അങ്ങനെ പറഞ്ഞ് വരുൺ അവിടെ നിന്നും പോകുവാണ്. അങ്ങനെ വരുണിൻ്റെ ആ വാക്കുകളൊക്കെ കേട്ട് അമൃതക്കും ടെൻഷനാകുവാണ് കേട്ടോ. എത്രയും പെട്ടെന്ന് തന്നെ ഈ വിവരങ്ങൾ ക്ഷാമയെ അറിയിക്കണം എന്ന് പറഞ്ഞ് ക്ഷാമയുടെ നമ്പറിലേക്ക് അമൃത വിളിക്കുന്നുണ്ട്. എന്നാൽ ഫോണിൽ വിളിച്ചിട്ട് ക്ഷാമയെ കിട്ടുന്നില്ല കേട്ടോ. അങ്ങനെ അമൃത എന്ത് ചെയ്യണം എന്നറിയാതെ ടെൻഷനോട് കൂടി നിൽക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് കടയിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങി തിരിച്ച് നടന്നു വന്നുകൊണ്ടിരിക്കുന്ന ജയന്തിനെ ആയിരിക്കും. ഈ സമയം ജയന്തിയുടെ ഫോണിലേക്ക് വിളിക്കുവാണ് ഐശ്വര്യ. ഹലോ ജയന്തി, രാധികയെ കൊല്ലാനുള്ള ആദ്യത്തെ അവസരം നിൻ്റെ ഇന്ന് പാളിപ്പോയി. അത് ഞാൻ ശ്രമിച്ചു. പക്ഷേ ഇനി അടുത്ത അവസരത്തിൽ ഒരു പിഴവ് സംഭവിക്കാൻ പാടില്ല. നീ ആവശ്യമില്ലാത്ത ടെൻഷൻ അടിക്കുന്നത് നിർത്തണം. എന്നാലേ ചെയ്യുന്ന കാര്യം വെടിപ്പായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അന്നേരം ജയന്തി പറയുന്നുണ്ട്, അത് പിന്നെ സോറി ഐശ്വര്യ മാഡം, എനിക്ക് വല്ലാത്തൊരു ടെൻഷനായിപ്പോയി ആ സമയത്ത്. അതുകൊണ്ടാണ് പാല് എൻ്റെ കയ്യിൽ നിന്ന് അങ്ങ് സ്ലിപ്പായി പോയത്. പിന്നെ എനിക്കും ഡാമേട്ടനും ദോഷമൊന്നും ആകാത്ത രീതി ഞാൻ എങ്ങനെയെങ്കിലും അടുത്ത തവണ മാഡം ഏൽപ്പിച്ച കാര്യം കൃത്യമായിട്ട് തന്നെ ചെയ്തോളാം. അന്നേരം ഐശ്വര്യ പറയുന്നുണ്ട്, ജയന്തി, എനിക്കിനി അധികം കാത്തു നിൽക്കാൻ വയ്യ. ഇന്ന് തന്നെ എനിക്ക് ആ വാർത്ത കേൾക്കണം, രാധിക ഇല്ലാണ്ടായി എന്നുള്ള വാർത്ത. നീ പേടിക്കണ്ട, നിനക്കും നിൻ്റെ ഭർത്താവിനും ഒരു കുഴപ്പവും വരില്ല. നിങ്ങളെ രക്ഷിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ഈ സമയം ജയന്തി പറയണേ, ശരി മാഡം, ഇന്നെന്താണെങ്കിലും എൻ്റെ ഭാഗത്തുനിന്ന് ഒരു പിഴവും വരില്ല. മാഡം തന്ന മരുന്ന് രാധികയ്ക്ക് ഞാൻ ഏതെങ്കിലും ജ്യൂസിലോ മരുന്നിലോ കലക്കി കൊടുത്തോളാം. എല്ലാം ഓക്കെ എന്നുള്ള വാർത്തയായിരിക്കും ഇനി ഞാൻ മാഡത്തിനെ അറിയിക്കുന്നത്. അങ്ങനെ അതൊക്കെ കേട്ട് സന്തോഷത്തോടുകൂടി നിൽക്കുവാണ് ഐശ്വര്യ. ഈ സമയം ജയന്തിയാണെങ്കിൽ എങ്ങനെയാ വിഷം രാധികയുടെ ഉള്ളിൽ എത്തിക്കുമെന്ന് ആലോചിക്കുവാണ് കേട്ടോ. അപ്പോൾ ജയന്തിക്ക് എന്തോ ഒരു വഴി കിട്ടുവാണ്. അങ്ങനെ ജയന്തി അവിടെ നിന്നും പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ കിടക്കുന്ന ദേവനെയാണ്. ഈ സമയം ഡോക്ടേഴ്സ് എല്ലാം ദേവനെ രക്ഷിക്കാനായിട്ട് ഓരോന്ന് ചെയ്ത് ചികിത്സിച്ചുകൊണ്ടൊക്കെ ഇരിക്കുവാണ്. ഇതേസമയം പുറത്തെ ടെൻഷനോട് കൂടി നിൽക്കുമായിരിക്കും യശോദ. മുത്തശ്ശിയും പ്രിയങ്കയൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അന്നേരം ഡോക്ടർ പുറത്തേക്ക് വരുവാണ്. എന്നിട്ട് യശോദയോട് പറയണേ, കടുത്ത മാനസിക സംഘർഷം കൊണ്ടാണ് അദ്ദേഹം തളർന്നു വീണ് പോയിട്ടുള്ളത്. എന്താണെങ്കിലും കാര്യങ്ങളിപ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ഞങ്ങൾ പരമാവധി ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ പറഞ്ഞ് ഡോക്ടേഴ്സ് അവിടെ നിന്നും പോകുവാണ് കേട്ടോ. ഈ സമയം യശോദക്കാണെങ്കിൽ വല്ലാതെ സങ്കടമാകുവാണ്. യശോദ ദേഷ്യത്തിലെ പ്രിയങ്കയുടെ അരികിലേക്ക് ചെല്ലണേ, കേട്ടില്ലേ, നീ കാരണോ, നീ പറഞ്ഞ ഓരോ വാക്കുകൾ കാരണോ എൻ്റെ ദേവേട്ടനിപ്പോൾ ഈ അവസ്ഥയിൽ ഇങ്ങനെ കിടക്കുന്നത്. നിനക്കിപ്പോൾ സമാധാനവും ഇല്ലേ? അന്നേരം പ്രിയങ്കയെ പൊട്ടിത്തെറിക്കണേ, വെറുതെ ഒന്നും അല്ലല്ലോ പറഞ്ഞത്. തളർന്നു വീഴുന്നതിൻ്റെ മുമ്പ് വരെ അച്ഛൻ പുന്നാര രാധികമ്മൾക്ക് സപ്പോർട്ടായല്ലേ സംസാരിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞതിലേക്ക് എന്താ ഒരു കുഴപ്പമുള്ളത്? വരുണിനെ രാധികനും ഒന്നിപ്പിക്കാൻ പോയതല്ലേ അച്ഛൻ. അതിൻ്റെ ശിക്ഷയാണ് അച്ഛൻ ഇപ്പോൾ കിട്ടിയത്. എൻ്റെ സ്വപ്നങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചവരെല്ലാം തളർന്നു വീഴുക തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അന്നേരം യശോദക്ക് അങ്ങ് ദേഷ്യം വരണേ, ഡി നീ മിണ്ടിപ്പോരുത്.
ഇനിയും എന്ത് കാണാനാണ് നീ ഇവിടെ നിൽക്കുന്നത്? ഇവിടുന്ന് പൊക്കൂടെ നിനക്ക്? അമ്മേ, അമ്മക്കൊന്നും പറയാനില്ലേ? ഇവളോട് ഇവിടുന്ന് പോകാൻ പറ. ദേവേട്ടനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാത്ത ആരും ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല. അമ്മയോടല്ലേ പറഞ്ഞത് ഇവളോട് ഇവിടുന്ന് പോകാൻ പറയാൻ? അന്നേരം മുത്തശ്ശി യശോദെ, ഞാൻ എങ്ങനെ പറയാനാ? അമ്മ തന്നെ പറയണം. ഇത്രയും നാളും അമ്മ പറയുന്നതായിരുന്നല്ലോ ഇവളുടെ വേദവാക്യം. അങ്ങനെയുള്ളപ്പോൾ അമ്മ തന്നെ ഇവളെ ഇവിടുന്ന് പറഞ്ഞു വിടും. നിങ്ങളെല്ലാവരും ചേർന്നല്ലേ പാവ മനുഷ്യനെ ഈ അവസ്ഥയിലാക്കിയത്? അങ്ങനെ യശോദയുടെ ഓരോ ചോദ്യങ്ങൾക്കും ഉത്തരമില്ലാതെ തലകുനിച്ച് നിൽക്കുവാണ് കേട്ടോ മുത്തശ്ശി. എന്നാൽ ഈ സമയത്ത് പ്രിയങ്കയുടെ അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. പകയോടെ തന്നെ നിൽക്കുവാണ് പ്രിയങ്ക. പിന്നീട് കാണിക്കുന്നത് രാധികേനെയാണ്. രാധിക ശ്യാമയുടെ മടിയിൽ ഇങ്ങനെ കിടക്കുവാണ്. ഈ സമയം ശ്യാമ ചോദിക്കുന്നുണ്ട്, മോളെ നമുക്കിന്ന് ഏത് സ്ഥലത്തേക്കാണ് പോകേണ്ടത്? എന്താ മോൾക്ക് കാണേണ്ടത്? അന്നേരം രാധിക പറയണേ, അങ്ങനെയൊന്നുമില്ല, മാഡം പറഞ്ഞു എവിടെ പോകണമെന്ന്. ഞാൻ എവിടെ പോകാനും റെഡിയാം. അത് കേൾക്കുന്നത് ശ്യാമ പറയണേ, അങ്ങനെയാണെങ്കിൽ ഇവിടെ കുന്നിൻ്റെ മുകളിൽ അമ്പലമുണ്ട്, നമുക്ക് അങ്ങോട്ട് പോയാലോ? അന്നേരം രാധിക ചോദിക്കുന്നുണ്ട്, അല്ല ഫിദ മാഡം, എനിക്ക് ഫിദ മാഡത്തിൻ്റെ ഓരോ കാര്യങ്ങളും കേൾക്കുമ്പോൾ അത്ഭുതം തോന്നുന്നത്. മാഡം ഈ വേഷത്തിനുള്ളിലാണെങ്കിലും മാഡത്തിന് അറിയാത്തതായിട്ട് ഒരു കാര്യമില്ല. എല്ലാ അമ്പലങ്ങളെക്കുറിച്ചും എല്ലാ ആചാരങ്ങളെക്കുറിച്ചും അറിയാം. ഇതെങ്ങനെ സാധിക്കുന്നു? അന്നേരം ശ്യാമ പറയണേ, അത് പിന്നെ കുട്ടിക്കാലം മുതലേ എൻ്റെ ശീലങ്ങളായിരുന്നു ഇതെല്ലാം. എൻ്റെ കൂട്ടുകാർക്കൊപ്പം ഞാൻ എല്ലായിടത്തും പോയിട്ടുണ്ട്. പിന്നെ ഭഗവാന്റെ ഉത്തമ ഭക്തിയല്ലേ എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഇയാൾ. അപ്പോൾ എൻ്റെ മോൾക്ക് വേണ്ടി ഇതെല്ലാം ഞാനും മനസ്സിലാക്കി വെക്കണ്ടേ? അങ്ങനെ അവർ സംസാരിച്ച് നിൽക്കുന്ന സമയത്തായിരിക്കോട്ടോ ജയന്തി അങ്ങോട്ടേക്ക് എത്തുന്നത്. ആ മാഡം. അന്നേരം ശ്യാമ ചോദിക്കണേ, ആ ജയന്തി എവിടെയായിരുന്നു ഇത്രയും നേരം? കുറേ നേരമല്ലേ പോയിട്ട്? എൻ്റെ മാഡം ഒന്നും പറയണ്ട, ഞാൻ അമ്പലത്തിൽ രാധിക മോൾക്ക് വേണ്ടി വഴിപാട് വയ്ക്കാൻ പോയതാ. ഇതാ എൻ്റെ പ്രസാദം. കുന്നുമലയിലുള്ള ആ അമ്പലമില്ലേ, അവിടെ പോയി രാധിക മോൾക്ക് വേണ്ടിയിട്ട് പ്രസാദം കഴിപ്പിക്കുകയും നേർച്ച കൊടുക്കുകയൊക്കെ ചെയ്തു. മോളുടെ പേരിൽ ചില ദോഷങ്ങളൊക്കെ ഉണ്ടെന്ന് മാഡം പറഞ്ഞല്ലോ, അതെല്ലാം നീങ്ങിപ്പോകാനായിട്ട് നല്ലപോലെ അങ്ങ് പ്രാർത്ഥിച്ചു. അതിൻ്റെ പ്രസാദം ഇത് പാൽപ്പായസമാണ്. ആഹാ, അതെന്താണെങ്കിലും നന്നായി ജയന്തി. മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ ഇപ്പോൾ ആളുണ്ടല്ലോ. എന്നാൽ പിന്നെ ഞാൻ ഈ പാൽപ്പായസമൊക്കെ എടുത്തിട്ട് വരട്ടെ? അതിനെന്താ, വേഗം എടുത്തിട്ട് വാ. അങ്ങനെ ജയന്തി അതെടുക്കാനായിട്ട് അകത്തേക്ക് പോകുവാണ്. ഇതേസമയം ശ്യാമ രാധികയോട് പറയണേ, കണ്ടില്ലേ, കുറച്ച് സങ്കടമൊക്കെ തന്നെങ്കിലും എന്താ, മോളെ സ്നേഹിക്കാൻ മത്സരിക്കുന്ന എത്ര പേരായി ഇപ്പോൾ ചുറ്റുമുള്ളത്? അന്നേരം രാധിക പറഞ്ഞേ, ശരിയാ മാഡം, ഭഗവാൻ ചിലപ്പോൾ എന്നെ വേദനിപ്പിക്കുമെങ്കിലും പിന്നീട് അതിൻ്റെ ഇരട്ടിയായിട്ട് എനിക്ക് സന്തോഷങ്ങൾ തരികയും ചെയ്യും. പിന്നീട് കാണിക്കുന്നത് അകത്തേക്ക് പോയ ജയന്തി ഐശ്വര്യ കൊടുത്ത വിഷക്കുപ്പി കയ്യിലെടുക്കുവാണ്. എന്നിട്ട് ടെൻഷനോടെ അത് പിടിച്ച് താൻ ചെയ്യാൻ പോകുന്ന തെറ്റാണല്ലോ എന്നോർത്ത് പരിഭ്രമിച്ച് നിൽക്കുവാണ്. ഈ സമയം ഐശ്വര്യയുടെ വാക്കുകൾ ജയന്തിയുടെ മനസ്സിലേക്ക് വരുവാണ്. നീ എനിക്ക് വേണ്ടി ഈ കാര്യം ചെയ്തു കഴിഞ്ഞാൽ നിൻ്റെ മോളുടെ വിവാഹം ആർഭാടത്തോടെ നടത്താൻ ഞാൻ സഹായിക്കാം. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ ഓർക്കുന്നതും മറ്റൊന്നും ചിന്തിക്കാതെ രാധികയ്ക്കുള്ള പായസത്തിൽ ജയന്തി വിഷം ചേർക്കുവാണ്. എന്നിട്ടത് മിക്സ് ചെയ്ത് രാധികയ്ക്കുള്ള പായസവും ശ്യാമക്കുള്ള പായസവും കപ്പിലെടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ഹോളിലെ മാഗസിൻ വായിച്ചുകൊണ്ടിരിക്കുന്ന രാധികേനെയാണ്. അരികിൽ തന്നെ ശ്യാമയും രാധികയെ തന്നെ നോക്കി നിൽക്കുക. ഈ സമയത്തായിരിക്കും ശ്യാമയുടെ ഫോണിലേക്ക് വരുൺ വിളിക്കുന്നത്. അങ്ങനെ വരുണിൻ്റെ കോള് കാണുന്നതും ശ്യാമ അപ്പം തന്നെ കോള് കട്ട് ചെയ്യുവാണ്. ഈ സമയം വരുൺ വീണ്ടും വിളിക്കുവാണ് കേട്ടോ. അന്നേരം രാധികയെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോഴേക്കും ശ്യാമ ഫോൺ എടുത്ത് കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഹലോ. അന്നേരം വരുൺ പറയണേ, മാഡം ഇത് ഞാനാ വരുൺ. രാധിക എവിടെയുള്ളത്? നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ എവിടെയുള്ളത്? ഞാൻ അങ്ങോട്ട് വരാം, എനിക്ക് രാധികയെ കാണണം. അതെന്തിനാ? എനിക്ക് രാധികയെ നേരിൽ കാണണം, സംസാരിക്കണം. നിങ്ങളിപ്പോൾ എവിടെയുള്ളതെന്ന് പറയാം. ഈ സമയം ശ്യാമയ്ക്ക് എന്തോ ഒരു ടെൻഷനുള്ള പോലെ രാധികയ്ക്കും തോന്നുവാണ്. അങ്ങനെ രാധികയും ശ്യാമയുടെ സംസാരം ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർ സീനൊക്കെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നുണ്ട്. ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്